എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് രേവതിക്കുട്ടി മുത്തശ്ശി വിളിക്കുന്നതാണ്. വിളിച്ചിട്ട് അലീന ചേച്ചിയുടെ കയ്യിലൊന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പം എൻ്റെ കൊച്ചെ, ഞാനിപ്പം കടപ്പാട്ടൂരല്ല, ഇങ്ങ് കൈതക്കലാണ്. വൈജയന്തി ചെയ്ത ചതിയാണ്. അവൾ ബാലേന്ദ്രനോട് ജയിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് തട്ടി എന്ന് പറയുമോ കേട്ടോ. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മകൾ ആരെയാ ചതിക്കാത്തത്? എല്ലാവരും ചതിക്കുമെന്ന് പറയുമ്പോൾ അതിനാടി നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അലീന ചേച്ചിയെ ചതിച്ചില്ലേ? അലീന ചേച്ചി ആങ്ങളെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചതിയാണോ എന്ന് ചോദിക്കും മുത്തശ്ശി. അന്നേരം രേവതിക്കുട്ടി പിന്നെയും ചോദിക്കുവാണ്, ബാലേന്ദ്രൻ സാറിനെ ചതിച്ചില്ലേ എന്ന്. അന്നേരം എന്നോട് ചോദിച്ചാൽ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചതിച്ചു, അത് എങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയും. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുവാണ് മുത്തശ്ശിയോട്, ആ ഫോണും അടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന്. അന്നേരം നീ എന്താ അങ്ങനെ പറയുന്നത്? ഈ ഫോൺ മനു എനിക്ക് മേടിച്ച് തന്നതാ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആ ഫോൺ മുത്തശ്ശിക്ക് വേണ്ടി തന്നെയല്ല മനുവേട്ടൻ മുത്തശ്ശിക്ക് മേടിച്ച് തന്നത്, അലീന ചേച്ചിക്കും കൂടി വേണ്ടിയാ എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അവൻ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയും, മുത്തശ്ശി അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുത്തശ്ശിയുടെ ആവശ്യങ്ങളെല്ലാം മുത്തശ്ശി പറഞ്ഞിട്ടാണോ അലീന ചേച്ചി മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്? അല്ലല്ലോ, അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുക, ഓ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഞാൻ കാണുമ്പം ഈ ഫോൺ അവൾക്ക് കൊടുത്തേക്കാം എന്ന് പറയുവാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ സങ്കടമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, വയസ്സായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട, അങ്ങ് ചത്തു പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, അലീന ചേച്ചി ഉണ്ടല്ലോ അവിടെ, അലീന ചേച്ചി ഒരിക്കലും മുത്തശ്ശിയെ മറക്കുകയില്ല, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു. പിന്നെ കാണിക്കുന്ന അലീനയാണ്. അലീന ബാലേന്ദ്രനുള്ള ഫുഡുമായിട്ട് റൂമിലേക്ക് വരുന്നു. ബാലേന്ദ്രൻ ആ സമയത്ത് ഷേവിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് റൂം അടച്ചിട്ടേക്കുമായിരുന്നു. അലീനെ തട്ടി തുറന്ന് കയറി വരുന്നുണ്ട്. എന്നിട്ട് ഫുഡൊക്കെ വിളമ്പി വെച്ച് കൊടുക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ കഴിച്ചായിരുന്നു എന്ന്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ പോയി കഴിച്ചു എന്ന് പറയുന്നു. ബാലേന്ദ്രൻ അതെല്ലാം എടുത്ത് കറി ഒക്കെ ഇട്ട് ഇളക്കി അത് വായിലേക്ക് വെക്കാൻ തുടങ്ങുമ്പം അലീന ഇങ്ങനെ വാ തുറന്നങ്ങ് ചെല്ലുവേ. അന്നേരം ബാലേന്ദ്രൻ ചെവി പിടിച്ചിട്ട് കിഴക്ക് കൊടുക്കും. എന്നിട്ട് ചോദിക്കുവാണ്, കൊഞ്ചുവാണോ കെട്ടിക്കാറായ പെണ്ണ് എന്ന്. വായിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബാലേന്ദ്രൻ കഴിക്കുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എനിക്ക് സാറിൻ്റെ ഫോണൊന്നും തരാമോ? രേവതിക്കുട്ടി വിളിച്ചിട്ട് കുറേ ദിവസമായി, അവളെ നിന്ന് വിളിക്കാനാണ് എന്ന് പറയുമ്പോൾ ഫോണും എടുത്ത് തരാൻ പറയുന്നു. ബാലേന്ദ്രൻ അതിൻ്റെ ലോക്കൊക്കെ എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ അലീന രേവതിക്കുട്ടിയെ വിളിക്കുവാണ്. രേവതിക്കുട്ടിയെ വിളിക്കുമ്പോഴത്തേക്കും, ചേച്ചി എന്നാ പണിയാണ് കാണിച്ചത്? എത്ര ദിവസമായിരുന്നു വിളിച്ചിട്ട്? ആകെ ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ മുത്തശ്ശിയെ വിളിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി അവിടുന്ന് തറവാട്ടിലോട്ട് കൊണ്ടുവിട്ടു എന്ന്. പിന്നെ മനുവേട്ടനെ വിളിച്ചപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ആയത് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാടി, എൻ്റെ ഈ ഫോണില്ലായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയും. പിന്നെ എന്തായി അവിടുത്തെ വിശേഷം എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു, ഇവിടെ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ അന്തരീക്ഷം എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, മുകളിലത്തെ നിലയിൽ വലിയ പ്രശ്നങ്ങളില്ല, ശാന്തമായിട്ട് പോകുന്നു. പക്ഷേ താഴെ ഇടിമിന്നലും പേമാരിയും അങ്ങനെ കൊടുങ്കാറ്റും ഒക്കെ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നൊരവസ്ഥയിലാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ചേച്ചി സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വിശേഷങ്ങളൊന്നും ചോദിക്കാത്ത എന്താ എന്ന് ചോദിക്കും. അന്നേരം എന്നാ നിൻ്റെ വിശേഷങ്ങൾ പറ എന്ന് പറയുമ്പം ഇങ്ങനെ കോളേജിൽ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, നീ മിടിക്കുകയാണല്ലോ, ഇത് എങ്ങനെയാണ് സാധിച്ചെടുത്തത് എന്ന് ചോദിക്കും. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചില്ലറക്കാരിയൊന്നും അല്ല എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇനി ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, ഇത് ബാലേന്ദ്രൻ സാറിൻ്റെ ഫോണാണ്, നല്ല ബഹുമാനം കൊടുക്കേണ്ട ഫോണാണ്, ഇതിൽ കൂടെ അങ്ങനെ കുശുമ്പും നുണയൊന്നും പറയാൻ പറ്റിയില്ല, പിന്നെ വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഫോണില്ലേ എന്ന്. അലീന പറയും, ഇല്ല എനിക്ക് ഫോണില്ല, ഞാൻ മുത്തശ്ശിയുടെ ഫോണല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മുത്തശ്ശി അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് വിളിക്കാൻ ഫോണില്ലാണ്ടായി എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫോൺ മേടിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ കാണിക്കുന്ന അലീന വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നു. പോയി തുറക്കുമ്പം കൃഷ്ണമോളും ബാലേന്ദ്രനുമാണ്. രണ്ടുപേരോട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോയതായിരുന്നു കേട്ടോ. അന്നേരം കയറി വരുന്നത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന്. എന്താ എന്ന് ചോദിക്കുമ്പം അത് അച്ഛൻ്റെ കയ്യിലാണ് എന്ന് പറയും. ഇങ്ങനെ സന്തോഷത്തോടെ എന്നെ അടി എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ പറയുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ അടുത്തോട്ട് വിളിക്കുന്നു. എന്നിട്ട് ഈ ഫോൺ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെന്താ എന്ന് ചോദിക്കുമ്പം തുറന്നു നോക്ക് എന്ന് പറയുന്നുണ്ട്. തുറന്നു നോക്കി ഫോണാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. അത് പുറത്തെടുത്തിട്ട് അതിനിങ്ങനെ ചുറ്റുമിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഈ ഫോണിൽ വിളിച്ചോണം, അല്ലാതെ എനിക്ക് മാമാട്ടിക്കുട്ടി വിളിക്കാനാണ്, രേവതിക്കുട്ടിയെ വിളിക്കാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് പറയും. എന്നിട്ട് ആ ഫോണും പിടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണേ.
അന്നേരം സന്തോഷമായോ ചേച്ചിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. എന്നിട്ടും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തുറക്കുക എന്ന് പറയുമോ കൃഷ്ണമോള്. അത് തുറക്കാനൊന്നും അറിയില്ല അലീനയ്ക്ക്. അത് തുറന്ന് കയ്യിലോട്ട് കൊടുക്കും. അന്നേരം ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം സന്തോഷമായോ ഇഷ്ടപ്പെട്ടോ ചേച്ചിക്ക് എന്ന് ചോദിക്കുവാണ് കൃഷ്ണമോള്. അന്നേരം എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നതല്ലേ, അച്ഛൻ എന്ത് വാങ്ങിച്ചു തന്നാലും എനിക്ക് പൊന്നു പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ബാലേന്ദ്രനും ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്വന്തം മക്കൾക്ക് എന്ത് മേടിച്ചു കൊടുത്താലും പുല്ല് പോലെയാണല്ലോ, അവർക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കും. ഏതായാലും അത് ചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അകത്ത് സിം ഇട്ടിട്ടുണ്ട്, അത് ആക്ടിവേറ്റ് ആകാൻ ഇച്ചിരി സമയം എടുക്കുമെന്നൊക്കെ പറയുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഇതിനായിരുന്നു രണ്ടുപേരുടെ കള്ളത്തരം പറഞ്ഞ് ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കള്ളത്തരമൊന്നും അല്ലായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ തന്നു, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, വലിയൊരു സാധനം കൂടി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇനി ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് പ്രശ്നമാണ് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതെന്താ ഇവിടെ കിട്ടിയില്ലാത്ത മരുന്ന്, വലിയ വിലയുള്ളതാണോടി എന്ന് ചോദിക്കുമ്പോൾ വലിയ വിലയുള്ളതല്ല ഉള്ളതാണ്, മനസ്സമാധാനം എന്ന് പറയുവാണ്, അതിവിടെ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, വേറൊരു കാരണം സാധനം കളയണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അതെന്താണ് എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുവാണ്, ടെൻഷൻ. പക്ഷേ അത് കളയാൻ പറ്റത്തില്ലല്ലോ, അച്ഛൻ്റെ മനസ്സിലിങ്ങനെ ഇഷ്ടം പോലെ അതങ്ങ് കിടക്കുമല്ലേ എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാനും അലീന ചേച്ചിയും കൂടെ കുറച്ച് മനസ്സമാധാനം മുകളിൽ കൊണ്ടുതരാം, അത് അച്ഛൻ പീസായിട്ട് എടുത്തിട്ട് അവിടെ നിന്നുള്ള ടെൻഷൻ പീസായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നാൽ മതി, ഞങ്ങൾ കൊണ്ട് കളഞ്ഞോളാം എന്ന് പറയുമ്പം ഒരൊറ്റ കിഴുക്ക് വെച്ച് തരുമെന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയോട് പറയുവാണ്, അലീന നീ സൂക്ഷിക്കണം കേട്ടോ, 3ാം ലോക മഹായുദ്ധമാണ് വരാൻ പോകുന്നത് എന്ന് പറയും. അന്നേരം 3ാം ലോക മഹായുദ്ധം അതെന്താ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, 1ാമത്തെ യുദ്ധത്തിന് നിന്നെ ഇവിടുന്ന് പുറത്താക്കി ഞാനും മനുവും കൂടി അകത്തേക്ക് കയറ്റി, 2ാമത്തെ യുദ്ധത്തിന് നിന്നെ ഇവിടുന്ന് വലിച്ച് ഗേറ്റിന് പുറത്താക്കി ഞാൻ പുറകെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നു, ഇനി 3ാം യുദ്ധം വരുന്നുണ്ട്, വൈജയുടെ കുടുംബക്കാരെല്ലാം കൂടി താമസിക്കാതെ ഇവിടെയോ അവിടെ അങ്ങ് കൈതയ്ക്കലോ കൂടും, അതൊരു വലിയ പ്രശ്നമാക്കി അവരിങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറയുവാണ്. അന്നേരം കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവരങ്ങനെ വരുന്നത്, അലീന ചേച്ചി അവരുടെ തലയിലാണോ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവരുടെ തലയിലല്ല എൻ്റെ തലയിലാണ് ഇരിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്, എൻ്റെ തലയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്ന് പറയുമ്പം കൃഷ്ണമോൾ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ നമുക്ക് കാണാമെന്ന്. എന്നിട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് അവർ രണ്ടുപേരുടെ അങ്ങ് പോകുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് വരണുണ്ട് കേട്ടോ രണ്ടും. ബാലേന്ദ്രൻ ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പോഴേക്കും റൂമിലേക്ക് വരും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എന്തിനാണ് രണ്ടുപേരോട് വന്നത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കുകയാണ്, അതെ അലീന ചേച്ചിക്കൊന്ന് എറണാകുളം വരെ പോകണം, ഒന്ന് വിടാവോ എന്ന് ചോദിക്കും. എന്നിട്ട് അകത്തേക്ക് കയറി വാ എന്ന് പറയും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എറണാകുളത്ത് പോകേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പം ഞാൻ രേവതിക്കുട്ടിയോട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി, അതുകൊണ്ടായെന്ന് പറയുമ്പം 2 ദിവസം മുമ്പ് എൻ്റെ ഫോണിൽ നിന്നല്ലേ വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം വിളിച്ചു, പക്ഷേ എല്ലാം അങ്ങ് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പം അതിനാ നിനക്ക് ഫോൺ മേടിച്ച് തന്നത് എന്ന് പറയും. അന്നേരം ഇങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ പനിങ്ങി നിൽക്കുവാണേ. അന്നേരം എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണമായിരുന്നു എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതിന് ഇവിടെ എന്തിനാണ് കൂടെ കൂട്ടിയത് എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുവാണ്, എറണാകുളത്ത് അലീന പോകുന്ന കൂട്ടത്തിൽ കൃഷ്ണമോൾക്കും പോകണം, കൂടെ പോയിക്കോട്ടെ എന്ന്. പക്ഷേ ബാലേന്ദ്രൻ സമ്മതിക്കത്തില്ല. ഒരാഴ്ചത്തെ ക്ലാസ് പോയതാണല്ലോ, റിസോർട്ടിൽ പോയി താമസിച്ചപ്പം, അതുകൊണ്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ നോക്കുക, അടുത്ത ആഴ്ച എക്സാം വരുമല്ലേ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു, ചില സമയത്ത് അച്ഛൻ മഹാബോറ എന്ന് പറയുകയാണ്. എന്നിട്ട് പോകാൻ തുടങ്ങുവാണേ. അന്നേരം അലീന പിന്നെയും ചോദിക്കുന്നുണ്ട്, ഞാൻ എറണാകുളത്ത് പോകുന്ന കാര്യം എന്തായി സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പം പോയിക്കോ എന്ന് പറയും. അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പോകുന്ന ദിവസം പറഞ്ഞേക്കണം എന്നാ വരുന്നേ എന്നൊക്കെ എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവർ താഴോട്ട് പോരുന്നു. പിന്നീട് കമലയാണ് കാണിക്കുന്നത്. കമല ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശിവനെ വിളിച്ച് പറയുക കേട്ടോ. വൈജയന്തി വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. വൈജയന്തി ഇവിടെ വന്നപ്പം പറഞ്ഞത് ഈ വീട് ഭാഗം വെച്ചതൊന്നുമല്ല, അവൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളുടെ പിള്ളേരെയും കൂട്ടി അവൾ ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലവിന് കൊടുക്കേണ്ടത് ശിവേട്ടനായിട്ട് വരും കേട്ടോ എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം ചിലവിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു പരിഹാരം കാണാം, നിങ്ങളെന്താ ഇങ്ങനെ പയ്യെ പോകുന്നത്, ഒരു തീരുമാനം എടുക്കാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, എനിക്കും രാജീവിനും ഒരുമിച്ച് ലീവ് കിട്ടുന്ന ഒരു ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറയും. അന്നേരം കമൽ ചോദിക്കുന്നുണ്ട്, വൈജയന്തി എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞില്ലേ എന്ന്. എന്നിട്ട് എന്ത് തോന്നി എന്നൊക്കെ ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, എനിക്കത് കേട്ടപ്പോൾ അങ്ങോട്ട് ചെന്ന് രണ്ടെണ്ണത്തിനെയും കൂടെ അങ്ങ് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് തെരണ്ടിപാലിനെ അടിക്കാനാണ് തോന്നിയത്, പക്ഷേ ഇവിടെ കടലിന് ഇക്കരി ഇരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. അന്നേരം കമല പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് വരാൻ നോക്ക്,
അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകുകയോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം ഉടനെ എത്താനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഫോൺ വയ്ക്കുവാണ്. അതിനിടയ്ക്ക് കമല പറയുന്നുണ്ട് അവൾ അമ്മ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് പോയി, എന്നെ കൊണ്ട് ഇതെല്ലാം കൂടെ പറ്റിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളെയും അലീനയാണ്. രണ്ടുപേരുടെ ഫുഡൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പ്ലേറ്റൊക്കെ വെക്കുക. എന്നിട്ട് എല്ലാവരെയും വിളിക്കാൻ അലീന പറയും. അന്നേരം അവർക്കൊന്നും എന്നെ ഇപ്പം ഇഷ്ടമല്ല, എന്നോട് ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ ഇഷ്ടക്കേടൊന്നുമില്ല, ശകലം ദേഷ്യം ഉണ്ടാവും, അത്രേ ഉള്ളൂ, അതെൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ, അതുകൊണ്ട് മോൾ അതൊന്നും കാര്യമാക്കണ്ട, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, മോൾ പോയി അവരെ വിളിച്ചുകൊണ്ട് പോകാൻ എന്ന് പറയും. അങ്ങനെ കൃഷ്ണമോൾ അവരെ വിളിക്കാനായിട്ട് ചെല്ലുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എന്നാത്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഫുഡ് ഉണ്ടാക്കിയത് അവളല്ലേ, ആ ഫുഡ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് അലീന ചേച്ചി ആ ഫുഡെല്ലാം ഉണ്ടാക്കിയത് അച്ഛൻ മേടിച്ചുകൊണ്ട് വെച്ചിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ്, പിന്നെ നിങ്ങൾക്ക് കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എന്താണെങ്കിലും അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അത് എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, നീ അവളോട് തന്നെ അതെല്ലാം വെട്ടി വിഴുങ്ങിക്കോളാൻ പറ മൂദേവി എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം കൃഷ്ണമൂളി ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്, അമ്മയ്ക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ല, ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് അവിടെ തന്നെ എഴുന്നേറ്റ് പോകും. അന്നേരം കൃഷ്ണമോള് ബബിതയുടെയും രോഹിത്തിൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് അവരോട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പം അവരും പറയുന്നുണ്ട് അവർക്ക് ആ ഭക്ഷണം വേണ്ട, അലീന ഉണ്ടാക്കിയതല്ലേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പം കൃഷ്ണമോള് പറയുവാണ് എൻ്റെ അലീന ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്, അലീന ചേച്ചി അതിൻ്റെ അകത്ത് കൈപുണ്യവും സ്നേഹവും ഒക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ കൈപുണ്യം സ്നേഹം എന്ന് പറഞ്ഞ് ബബിത അങ്ങ് പുച്ഛിക്കുക. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല, പക്ഷെ അത് നേരത്തെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും എനിക്ക് സാധിച്ചു, അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ യുദ്ധത്തിനായിട്ട് എല്ലാവരും കടൽ കടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആ കാര്യം മുത്തശ്ശിയോട് പോയി പറയുവാണ് രണ്ട് മക്കളോട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ ആ പെങ്കൊച്ചിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തേക്കരുത് എന്ന് പറയുന്നു. എന്നിട്ട് വൈജയന്തിയുമായിട്ട് അവിടെ ഇരുന്ന് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുന്നതും ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കർണത്ത് നമ്മുടെ രാജീവൻ അടിമേടിക്കുന്നതും ഒക്കെ ഓടിച്ചൊന്ന് കാണിച്ചിട്ടുണ്ട് പ്രൊമോ ആയിട്ട്.